عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك الفارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك
ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അലം നശ്റഹ്, ആ അലിഫ് എന്താണ്? ഖത്ഇന്റെ ഹംസയാണ്. എന്ത് ചെയ്യണം? അ ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? അലം അല്ലേ? ആ പ്രത്യേകം ഉച്ചരിക്കണം. പിന്നെ ലം, മീമിന് എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാനൊന്നും പാടില്ല. അലം എന്ന് പറയാൻ പാടില്ല എന്നാ. അലം അലം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നശ്റഹ്, ഹാവുമ്മൽ സുക്കൂന് വരുമ്പോൾ ഒന്നുകൂടി കട്ടി കൂട്ടണം. ഇങ്ങനെയാണ് ഹാവുമ്മൽ ഇങ്ങനെ കാണാം അല്ലേ? ഇങ്ങനെ ഒരു അടയാളം കാണാം, ഒരു ചെറിയ ഹാവ് മുറിച്ചത്. ഇതിപ്പോൾ പിന്നെ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് അല്ലേ? അങ്ങനെ ഒരു അടയാളം കാണില്ലേ? അപ്പം അതിനെന്ത് ചെയ്യണം? ആ ഹാവിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അപ്പം എന്താണ് അതിൻ്റെ? അലം നശ്റഹ്, അലം നശ്റഹ് ലക. പിന്നെ സ്വദ്റക്, അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പം സ്വദ്റക്. പിന്നെ വവളഅന അൻക, ആ നൂനിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അൻക ഇഖ്ഫാ ചെയ്യണം. പിന്നെ വിസ്റക്, വവളഅന അൻക വിസ്റക്. പിന്നെ അല്ലദീ എന്ത് ചെയ്യണം? ആദ്യത്തെ അലിഫ് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ, തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. തുടങ്ങുകയാണെങ്കിൽ ഉച്ചരിക്കണം. ഇനി കൂട്ടിയോതാണെങ്കിലോ ഉച്ചാരണം ഉണ്ടാവില്ല. വിസ്റകല്ലദീ എന്നാ പറയാ. വിസ്റകല്ലദീ കൂട്ടിയോതാണെങ്കിൽ. അല്ല, കൂട്ടിയോതണില്ല, വിസ്റക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അല്ലദീ ഓതണം. ഇനി അല്ലദീ എത്ര നീട്ടണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടാവുന്നതാണ്. എന്താ കാരണം? അല്ലദീ എന്ന് പറഞ്ഞാൽ യാ ഇല്ലേ, അതിൻ്റെ ശേഷം ഹംസ വരുന്നുണ്ട്. അൻഖല, അപ്പം ഈ യാതിൻ്റെ ശേഷം ഹംസ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ നീട്ടണം. അപ്പം എങ്ങനെ ഓതണം? അല്ലദീ അൻഖല, ആ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. അപ്പം 2 നിയമമുണ്ട് അവിടെ. അല്ലദീ നീട്ടണം, പിന്നെ അൻഖല അൻഖല, പിന്നെ ലഹ്റക്. അപ്പോൾ ഓതേണ്ടത് അല്ലദീ അൻഖല ലഹ്റക്. പിന്നെ വറഫഅന ലക ദിക്റക്, അവിടെ റഫഅന 2 ഖദറേ നീട്ടാവൂ, കൂടുതൽ നീട്ടാൻ പാടില്ല. വറഫഅന ലക ദിക്റക്. പിന്നെ ഫ കഴിഞ്ഞിട്ട് ഇ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഫ ഇന്ന, ഫന്ന എന്നൊന്നും ഓതാൻ പാടില്ല. ഫ ഇന്ന, ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റ. പിന്നെ ഇന്ന വീണ്ടും എന്ത് ചെയ്യണം? മണിക്കണം. ആ ഈനെ ഉച്ചരിക്കും വേണം. അപ്പോൾ ഇന്ന മഅൽ ഉസ്രി യുസ്റ. പിന്നെ ഫഇദ, അവിടെ 2 ഖദറേ നീട്ടാവൂ, കൂടുതൽ നീട്ടാൻ പാടില്ല. ഫഇദ ഫറഗ്ത ഫൻസബ്, ആ നൂനിന് എന്ത് ചെയ്യണം? ഫൻസബ് നല്ല ഓതണ്ട്. എങ്ങനെ ഓതണം? ഫ കഴിഞ്ഞിട്ട് നൂനിലേക്ക് ചാടുക. ആ നൂനിന് എന്ത് വേണം? ഇഖ്ഫാവും ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം? ഫൻസബ് ഫൻസബ്, ഫ ഇൻസബ് എന്ന് ഓതാൻ പാടില്ല എന്നർത്ഥം. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ഓതേണ്ടത് ഫൻസബ്. പിന്നെ വ ഇലാ റബ്ബിക ഫർഗബ്, ആ ഈക്ക് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. ഫ കഴിഞ്ഞിട്ട് റാവിലേക്ക് ചാടാം. എന്തുകൊണ്ട് ഉച്ചാരണമല്ല? വസിലിൻ്റെ അംശയാണ് അല്ലേ? ഇതാണ് കാണാം. ഫൻസബ് എന്നുള്ളിടത്തും ഇതാണ് കാണാം. ഫർഗബ് എന്നുള്ളിടത്തും ഈ അംശയാണ് കാണാം. അപ്പം അതിനെന്തുണ്ടാവില്ല? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ഓതേണ്ടത് ഫൻസബ്, പിന്നെ ഫർഗബ്. ഫ ഇർഗബ് എന്നല്ല, ഫർഗബ്. ഞാൻ ആ സൂറത്ത് എല്ലാവരും കൂടി ഒന്നുകൂടി ഓതിക്കാണ്. ആ കൽക്കലൻ്റെ പെടൂല. ഇത് കൽക്കലൻ്റെ ഏതാണ്? ഇതാ പുള്ളിയുള്ളത്. മറ്റത് കാഫാണല്ലോ. വലിയ ഈ കൽക്കലൻ്റെ അത്ര ശക്തി കൂട്ടാൻ പാടില്ല. കൽക്കലൻ്റെ ശക്തി അല്ല വേണ്ടത്, അത് ഉണ്ടാകാൻ പാടില്ല. അത് മറ്റേ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അവിടെ നമ്മൾ ഖ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതങ്ങനെ പറയാൻ അത്ര ശക്തി ഉണ്ടാവില്ല.
എന്നാലും ക്ക് എന്നാണ് പറയണ്ടേ. ക്ക് സദ്റക്ക്. പിന്നെ ഉസരി എന്ന് പറയുന്ന ഒരു തജ്വീദിന്റെ പണ്ഡിതണ്ട്. അവരൊക്കെ പറയുന്നത് ക്ക് എന്ന് പറയാനാണ്. അപ്പം അലം നസ്റ ലക സദ്റക് എന്ന് പറഞ്ഞാൽ പോരാന്നാ. സദ്റക് എന്ന് പറഞ്ഞാൽ ആ മറ്റേ കൽക്കലന്റെ അത്ര കട്ടി കൂട്ടാൻ പാടില്ല. പിന്നെ വേറെന്തുണ്ടോ? എന്നാ എല്ലാവരും കൂടി ഒന്ന് കൂടി ഒന്നിക്കാൻ. അലം നസ്റ തജ്വീദിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്നാ പോവാ. സൂറത്തിന്റെ പേര് സൂറത്തു ഷറഹ്. ഷറഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഷറഹ് എന്ന് പറഞ്ഞാല് നിയമം എന്നുള്ള ഷറ ആണ്, ഐനാണ്. ഷറഹ എന്ന് പറഞ്ഞാല് പിന്നെ കീറുക, തുറക്കുക, ഓപ്പൺ ചെയ്യുക, വിശാലമാക്കുക എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശാലമാക്കുക. അപ്പൊ സൂറത്തു ഷറ, ഇൻഷിറാൽ, അത് മറ്റൊരു ക്രിയെന്ന് വന്നാണെന്നുള്ളൂ. ഇൻഷിറാൽ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. ഇൻഷിറാൽ, ഇൻഷിറാഹു സുദൂർ എന്ന് പറയും. ഹൃദയ വിശാലാവുക, ഹൃദയ വിശാലത, അതന്നെയാണ് ഷറഹ് എന്ന് പറയുന്നതും. പിന്നെ അലം നശ്റഹ്, നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ. ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് വിശാലമാക്കി തന്നില്ലേ. സ്വദറക്ക്, നിന്റെ നെഞ്ഞകത്തെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ. വവളഅന അൻക വിദ്റക്, നാം താഴ്ത്തി വെച്ച് തന്നില്ലേ. ഭാരം താഴ്ത്തി വെക്കണതിനാണ് എന്ത് പറയാ? വളഅ എന്ന് പറയാം. വവളഅന, നാം താഴ്ത്തി വെച്ച് വന്നില്ലേ. അൻക, നിന്നിൽ നിന്ന്, വിസ്റക്, നിന്റെ ഭാരം താഴ്ത്തി വെച്ച് തന്നില്ലേ. അല്ലദീ അൻഖല ലഹ്റക്, അല്ലദീ അൻഖല ലഹ്റക്, നിന്റെ മുതുകിനെ പിന്നെ പ്രയാസപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ഞെരുക്കി കളഞ്ഞിരുന്ന. അൻഖല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭാരം വഹിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇരിക്കൂലേ, താഴോട്ടിട്ട് പോലെ അമിതമായ ഭാരം വഹിക്കുമ്പോൾ അതിനാണ് അൻഖല എന്ന് പറയുക. ഞെരുക്കി കളയുക, പ്രയാസപ്പെടുത്തി കളയുക. അപ്പോൾ അല്ലദീ അൻഖല, നിന്നെ ഞെരുക്കി കളയുന്ന, ലഹ്റക്, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ആ ഭാരം നാം നിനക്ക് ഇറക്കി വെച്ച് തന്നില്ലേ. വറഫഅനാ ലക ദിക്റക്, നിനക്ക് നിന്റെ കീർത്തി പ്രശസ്തി നാം ഉയർത്തി തരുകയും ചെയ്തു തന്നില്ലേ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. വീണ്ടും അള്ളാഹു അത് പറയാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. അതുകൊണ്ട് ഇദാ ഫറഗ്ത ഫൻസബ്, ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ നീ ഏർപ്പെടുക. വ ഇലാ റബ്ബിക ഫർഗബ്, അതോടൊപ്പം നിന്റെ രക്ഷിതാവിൻ്റെ പിന്നെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്യുക. ഫർഗബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിക്കുക, പ്രീതി ആഗ്രഹിക്കുക എന്നർത്ഥം. തിരിച്ചു വരാം. ആദ്യത്തെ ആയത്ത് എന്താ? അലം നശ്റഹ് ലക സദ്റക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണല്ലോ അള്ളാഹ് പറയണത് അല്ലേ. അള്ളാഹു ചോദിക്കണത് ആരോടാ? ലക്ക് എന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നശ്റഹ് എന്ന് പറയുന്ന ആരാ? അള്ളാഹു തആലയാണ്. നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ. അപ്പൊ നബിയോട് അള്ളാഹു ചോദിക്കുകയാണ് എന്ത്? നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ. സദ്റക്, നിന്റെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ. എന്തിനാ ചോദിക്കണത്? രണ്ടാമത്തത്, ഏത് സമയത്താണ് ഇത് ചോദിക്കണത്? അല്ലെങ്കിൽ ഏത് ഐറ്റത്തിലുള്ള മനുഷ്യനോടാണ് ഇത് ചോദിക്കണത്?
ഈ ഹൃദയവിശാലത എന്തിനാണ് അള്ളാഹു നമുക്ക് എന്താണ് ഹൃദയവിശാലതയോട് കിട്ടുന്നത്? മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് മുള്ളും കെട്ടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണ് മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം. ആരെ ജീവിതമായാലും എത്ര വലിയ പണക്കാരനും എന്ത് സുഖസൗകര്യത്തിൽ ജീവിക്കണവനാണെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കണതാണ് ആര്? മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളറിയും ഓനല്ല സുഖ, ഓൻ പറയും മറ്റോനല്ല സുഖ. എല്ലാവർക്കും അവനവൻ്റെ ഓരോരോ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. മാനസികമായി ഒരുപാട് പ്രയാസം അനുഭവിക്കണവനാണ് ആര്? ഓരോ മനുഷ്യനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചനാണ്. അല്ലേ? ആദ്യത് പ്രഥമമായിട്ട് പറയുന്ന മുഹമ്മദ് നബിയോടാ. മുഹമ്മദ് നബിൻ്റെ ആ ജീവിതങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. മുഹമ്മദ് നബിൻ്റെ ജീവിതം എങ്ങനെ? വളരുന്ന എന്നാരാ? ഉപ്പല്ല. പിന്നെ 6 വയസ്സായപ്പം ഉമ്മയില്ല. കുറേ ആണ്ട് കഴിഞ്ഞപ്പം വല്യാപ്പിയും പോയി. അല്ലേ? 8ാമത്തെ വയസ്സിൽ വല്യാപ്പിയും പോയി, അബ്ദുൽ മുത്തലിബ് പോയി. പിന്നെ താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് ആവും പോയി. അവസാനം പിന്നെ ഭാര്യ ഖദീജ ബീവിയും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു. വഹി ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കായിലെ മുശ്രിക്കുകളൊക്കെ പാടെ നബിൻ്റെ ആട് തിരിഞ്ഞു. അതുവരെ അൽ അമീൻ എന്ന് പറഞ്ഞിരുന്ന ആ പ്രവാചകന്റെ നേരെ ആര് തിരിഞ്ഞു? നുബുവത്ത് കിട്ടിയോ നബി ആയതോടുകൂടി ഓരൊക്കെ ആ കുടുംബക്കാർ മുഴുക്കെ നബിൻ്റെ എതിരെ തിരിഞ്ഞു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അല്ലേ? സ്വന്തം പിതൃവ്യനായ അബൂലഹബ് പിന്നെ ആ ജബൽ അബൂ ഖുബൈസിന്റെ തായ്വരയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്ത് എടച്ചേരട്ടെ, ഇതിനാണോ ജി ഞങ്ങളങ്ങോട്ട് ഒരുമിച്ച് കൂട്ടി? എപ്പോഴാണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചപ്പോൾ ആ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം പരലോകം അവരെ അറിയിക്കാൻ വേണ്ടി വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയ അടിസ്ഥാനത്തിൽ എൻ്റെ കുടുംബക്കാരോട് മുഹമ്മദ് നബിയെ വിവരം നീ പറയണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പരലോകത്തെ പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബക്കാരിലെ നേതാക്കളെയും പ്രമാണിമാരെയും പൗരപ്രമുഖന്മാരെയും ഒക്കെ അവിടെ ജബൽ അബൂ ഖുബൈസ് സഫാ കുന്നിൻ്റെ തായ്വരയിലുള്ള ആ ജബൽ അബൂ ഖുബൈസ് എന്ന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. എങ്ങനെ? എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ലേ? അതേ, കാരണം നീ എന്ത് ചെയ്തിട്ടില്ല? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ പ്രവാചകൻ എന്ത് അവരോട് പറഞ്ഞു? ഇതാ ഈ മലക്കപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പം വിശ്വസിക്കും എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് നബി പറയാണെന്ത്? നിങ്ങൾ ഉറങ്ങാറില്ലേ? ഉണ്ട്. നിങ്ങൾ ഉണരാറില്ലേ? ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉറങ്ങുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് മരിപ്പിക്കും. നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ അള്ളാഹു തആല വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു പരലോകമുണ്ട്. ഇതാർക്ക് സഹിക്കൂല? ഖുറൈശി മുശ്രിക്കുകൾക്ക് സഹിക്കൂല. മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതോ ചപ്പും ചവറും പിന്നെ വലിച്ചിട്ട സിഗരറ്റിനെ പോലെ വെണ്ണീരായ പിന്നെ അള്ളാഹു തആല ജീവിപ്പിക്കേ. എന്താ ഈ മുഹമ്മദ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബ് ചാടിയണിക്കാൻ. അല്ലേ? അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് ആര് പറയുന്നത്? തബ്ബല്ലക് അലിഹാദാ ജമാഅത്തന എന്ന് പിതൃവ്യനായ സ്വന്തം പിതൃവ്യനായ കുടുംബക്കാരനായ ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അപ്പം നബിൻ്റെ ജീവിതം നോക്കി നിങ്ങൾ. ഇങ്ങനെ കുടുംബക്കാരിൽ നിന്നുള്ള പ്രയാസം, നാട്ടുകാരിൽ നിന്ന് പ്രയാസം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോണത്. അല്ലേ? ഒരു അല്പം സമാധാനം കിട്ടും വിചാരിച്ച് അമ്മാവന്മാരെടുക്ക് തായിഫിലേക്ക് പോവാണ്. തായിഫിലേക്ക് പോയപ്പോൾ എന്താ കിട്ടിയത്? വീണ്ടും ഏറിട്ടി പിന്നെ രക്തം വാരുന്ന പിന്നെ ശരീരവുമായിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ മലക്ക് ചോദിക്കുന്നുണ്ട്, എന്ത്? അഹ്ശബൈൻ എന്ന ആ പർവ്വതം അവരുടെ മേൽ താഴ്ത്തിയിടണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് വന്ന് വിവരം പറയുന്നുണ്ട്. നബി എന്താ പറഞ്ഞത്? അവരെ നശിപ്പിക്കരുത്, അവരിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദുള്ള ഒരു ജനവിഭാഗം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതെന്തിനാ അതൊക്കെ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളോട് ഇങ്ങനെ തരണം ചെയ്യുന്ന രൂപത്തിലാണ് പ്രവാചകന്റെ ജീവിതം. അങ്ങനെയുള്ള പ്രവാചകനോടാണ് ഇപ്പോൾ എന്ത് ചോദിക്കുന്നത്?
അള്ളാഹ് ചോദിക്കുക, അലം നശ്റഹ് ലക സദ്റക്, നിനക്ക് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? എന്തിനാണ് ആ ഹൃദയം വിശാലാക്കണത്? ഇങ്ങനെയുള്ള ദഅവത്തിന്റെ മാർഗത്തിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും മുള്ളുംകെട്ടുകളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉൾക്കൊള്ളാൻ, അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സ്, വിശാലമായ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നോക്കി, വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയല്ലെങ്കിൽ ഒരു കുടുംബനാഥനാവാൻ സാധിക്കില്ല, അല്ലേ? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. വിശാലമായ മനസ്സില്ല നിങ്ങളുടെ ഭാര്യക്കെങ്കിൽ കുടുംബനാഥയാവാൻ സാധിക്കൂല, ശരിയായൊരു ഉമ്മയാവാൻ സാധിക്കൂല. അപ്പം ഒരു കുടുംബനാഥനും കുടുംബനാഥക്കും ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് ഇത്, ഹൃദയം വിശാലമാകുക. എല്ലാതും മക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാവുക എന്ന് പറയുന്നത് മഹാ അനുഗ്രഹമാണ്. അള്ളാഹ് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്, ഹൃദയവിശാലത എന്ന് പറയുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അടുത്തേക്ക് പോകണ്ടല്ലോ, അല്ലേ? അള്ളാഹു തആല പറയാം മൂസാ നബി അലൈഹി സ്വലാമിനോട്, എന്താ, ഇനി ഫിർഔന്റെ അടുത്ത് പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദഅവത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി ചോദിക്കാണ്, എന്ത്? ഖാല റബ്ബി ശ്റഹ് ലി സ്വദ്രി, പടച്ചോനെ, ആദ്യമായിട്ട് അള്ളാഹുവിനോട് മൂസാ നബി ചോദിക്കണേ, എനിക്ക് ഹൃദയവിശാലത നൽകണേ എന്നാ. എന്തേ ഹൃദയവിശാലത? ആരടുത്തേക്കാ പോണത്? ഫിർഔനിന്റെ അടുത്തേക്കാ. ആ നാട്ടിലെ രാജാവാണ് ഫിർഔൻ, അല്ലേ? ആ ഫിർഔനിൽ നിന്ന് എന്തും ഏൽക്കേണ്ടി വരും, അല്ലേ? എന്തും കേൾക്കേണ്ടി വരും. അപ്പൊ അത് ഏൽക്കാനും കേൾക്കാനും ഒക്കെ ആളുള്ള ഹൃദയവിശാലത പടച്ചോനെ എനിക്ക് തരണേ എന്നാര് പ്രാർത്ഥിക്കാണ്? മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കാണ്. പിന്നെ പ്രാർത്ഥിച്ചെന്താ? വയസ്സിർലി അംരി, പടച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമാക്കി തരണേ. വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ നാവിൻ്റെ വിക്ക്, ഞാൻ മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരിക്കുമ്പോൾ ഒരു വിക്ക് ഉണ്ടായിരുന്നു, ആ വിക്ക് മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് എൻ്റെ സംസാരം മനസ്സിലാക്കുന്ന രൂപത്തിൽ ആക്കി തരണേ പടച്ചോനെ. യഫ്ഖഹു ഖൗലി, എൻ്റെ സംസാരം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലാക്കി തരണേ എന്ന് ആര് പ്രാർത്ഥിച്ചു? മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കാൻ. അപ്പൊ ആദ്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്താ? ചോദിക്കണം എന്താ? പടച്ചോനെ ഹൃദയവിശാലത. അപ്പോൾ ഒരാള് ദായിയായി ദഅവത്തിനിറങ്ങുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? ഹൃദയവിശാലത. മറ്റൊരാളടുത്തേക്ക് ദഅവത്തുമായിട്ടാണ് പോകുമ്പോൾ പലതും കേൾക്കേണ്ടി വരും, അല്ലേ? പലതും കേൾക്കേണ്ടി വരും. ആ കേൾക്കുമ്പോഴൊക്കെ അതൊക്കെ കാത് കൊടുത്ത് കേട്ട് അതൊക്കെ പിന്നെ ഹൃദയവിശാലതയോട് കൂടി സ്വീകരിക്കാനും അതിന് മറുപടി പറയാനും കഴിയണം. ആർക്ക്? ഒരു ദഅവത്തിന്റെ രംഗത്തിറങ്ങുന്നവന് എന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു മനുഷ്യന് ഹൃദയവിശാലത ലഭിക്കുക? ആ ഒരു ചിന്താവിഷയമാണല്ലോ. എങ്ങനെയാണ് ഹൃദയവിശാലത? നമ്മൾക്ക് ഒരുപാട് ആശങ്കകളും പ്രയാസങ്ങളും ദുഃഖവും വ്യതവും ഒക്കെ ഉണ്ടാവും. മനസ്സിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ മനസ്സിന്റെ രോഗവും ദുഃഖവും വ്യതയും ഒക്കെ മാറ്റി അവിടെ അതൊക്കെ പിന്നെ അതിനെ തള്ളി മാറ്റണമെങ്കിൽ എന്ത് വേണം? ഹൃദയവിശാലത വേണം. ആ ഹൃദയവിശാലത എങ്ങനെയാണ് ലഭിക്കുക? അമ്പിയാക്കൾക്കും പ്രവാചകന്മാർക്കും അതേപോലെ സച്ചരിതരായ ആളുകളുടെയൊക്കെ ആ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അവരേത് പാതയിലൂടെയാണ് സഞ്ചരിച്ചത്? അവർക്കുണ്ടായിരുന്ന അമ്പിയാക്കൾക്കും സച്ചരിതരായ സ്വാലിഹീങ്ങളായ ആളുകൾക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നവരായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ എന്താക്കി തരും? വിശാലമാക്കി തരുന്ന, അല്ലേ? ഭൂമിയേക്കാൾ വിശാലം, ഭൂമിയിലുള്ളതിനേക്കാൾ വിശാലമാക്കി തരും മനുഷ്യന്റെ ഹൃദയത്തെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മഹാനായ പിന്നെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലാണ് കൊണ്ടുപോയിടുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറയുന്നത്? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, എനിക്ക് അള്ളാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവൻ എന്ന് ആ പിന്നെ തീകുണ്ടാരത്തിലേക്ക് ഇടുമ്പോഴും അത്ര ധൈര്യമായിട്ടത് പറയണമെങ്കിൽ എത്ര ഹൃദയവിശാലത ആ പ്രവാചകന് വേണം. ആലോചിച്ച് നോക്കുങ്ങൾ. മക്കായിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യാനും കിട്ടിയെടുത്ത് വെച്ച് കൊല ചെയ്യാനും ഒക്കെ പ്ലാൻ ചെയ്ത്, അല്ലേ? അങ്ങനെ ഹിജ്റ പോണ ആ രംഗത്തൊക്കെ വീട് വളയണ ആ രംഗം
അവിടെയും ആ പിന്നെ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ആളുകൾ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ പ്രവാചകനും അബൂബക്കറും ആ ഗുഹയിലുണ്ട് അല്ലേ, താഴുണ്ട്, പക്ഷേ കണ്ടില്ല. അപ്പോൾ അവിടെയൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കറിനോടും സഹാബത്തിനോടും പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അല്ലേ. അപ്പൊ ആ തൗഹീദിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യന് ഹൃദയം തുറന്നു കിട്ടാൻ അഥവാ ഹൃദയവിശാലത ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നതിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു കാര്യം, തൗഹീദിനോടൊപ്പം എന്തു വേണം? പരലോകത്തുള്ള ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഖദർ ഖലായിലുള്ള ആ വിശ്വാസം കൂടി വേണമെന്നാണ്. എന്താ ഈ ഖദർ ഖലായിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളൊന്നും എന്തല്ല, അതൊക്കെ നമ്മൾ അബദ്ധം കൊണ്ടായിരിക്കൂല ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടാവില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഖദർ ഖലാ മൂലം വരുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഒരു ഉദാഹരണം, പിന്നെ മഹാനായ ഇമാം ഔസാഇ റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു ഇതുണ്ട്, ഒരു സംഭവം. അബ്ദുല്ലാഹിബ്ന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പിന്നെ താബീനെ പറ്റി ആര് പറയാണ്? ഇമാം ഔസാഇ റഹ്മഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയാണ്. ഖാല അബ്ദുല്ലാഹിബ്ന് ഉമർ എന്ന് പറയുന്ന ആ പണ്ഡിതൻ, അബ്ദുള്ള എന്നാണ് അയാളുടെ പേര് അല്ലേ, അബ്ദുല്ലാഹിബ്ന് മുഹമ്മദ്, ഉമർ അല്ല, അബ്ദുല്ലാഹിബ്ന് മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു ദിവസം കടൽ തീരത്തേക്ക് പുറപ്പെട്ടു. കടൽ തീരത്ത് അന്ന് അവിടെ എന്തോ സമ്മേളനം പോലുള്ള സംഗതി നടക്കുന്നുണ്ട്. അങ്ങനെ ആ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇതിൽ ഒരു ഖൈമുണ്ട്, ഒരു കൂടാരം, ഖൈമ എന്ന് പറഞ്ഞ കേട്ടില്ല നിങ്ങൾ? ഖൈമുണ്ട്. ആ കൂടാരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ട്. ആ മനുഷ്യൻ ചെന്ന് നോക്കിയാൽ അബ്ദുല്ലാഹിബ്ന് മുഹമ്മദ് അവിടെ ചെന്ന് നോക്കിയപ്പം ആ മനുഷ്യന് കയ്യുമില്ല, കാലുമില്ല, അയാൾക്ക് കണ്ണാണെങ്കിൽ ശരിക്ക് കാണൂല, അയാളുടെ ചെവിടാണെങ്കിൽ ശരിക്ക് കേൾക്കൂല. ആകേൽ അയാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കണ ഒരേ ഒരു അവയവം അയാളുടെ നാവ് മാത്രം, സംസാരിക്കാൻ കഴിയുണ്ട് അയാൾക്ക്, അത് മാത്രമാണ്. അപ്പോൾ കുറെ ദൂരത്ത് നിന്ന് അടുത്ത് നിന്ന് ചെന്നിങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് മുഖം ഇങ്ങനെ മേപ്പെട്ടാക്കിയിട്ട് കയ്യുയർത്തും പോലെ ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയാളിങ്ങനെ പ്രാർത്ഥിക്കാൻ. എന്താണ്? അല്ലാഹുമ്മ ഔസിഇനി അൻ അഹ്മദക ഹംദൻ ഉകാഫി ബിഹി ശുക്ര നിഅമതക ലത്തി അൻഅംത ബിഹാ അലയ്യ വഫളൽതനി അലാ കസീരിൻ മിമ്മൻ ഖലഖത തഫ്ളീല എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നിനക്ക് സ്തുതി ചെയ്യാൻ, അല്ലേ, നീ എനിക്ക് ചെയ്ത തന്ന അനുഗ്രഹത്തിന് നിനക്ക് സ്തുതി ചെയ്യാൻ, ഹംദ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ നീ തോന്നിപ്പിക്കണമേ. അള്ളാഹുവെ മറ്റുള്ള ഒരുപാട് സൃഷ്ടികളെക്കാൾ അള്ളാഹുവെ എനിക്ക് നീ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, അതിന് ശുക്ർ ചെയ്യാനും എൻ്റെ മനസ്സിൽ നീ തോന്നിപ്പിക്കണേ എന്ന് കയ്യും കാലും കണ്ണും കാതും കേൾക്കാത്ത ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആകെയിലുള്ള നാവ അല്ലേ. അപ്പം അബ്ദുല്ലാഹിബ്ന് മുഹമ്മദ് പറയാണ്, അയാളടുത്തേക്കൊന്ന് പോകണം, അയാളോട് ചോദിക്കണം എന്താ അപ്പം അയാൾക്ക് പിന്നെ എന്താ അനുഗ്രഹം അപ്പം അയാൾക്കുള്ളത്? കയ്യില്ല, കാലില്ല, ഒന്നുമില്ല. അയാൾക്ക് ശുക്ർ ചെയ്യാൻ എന്താ ഉള്ളത്? മറ്റുള്ളവരെക്കാൾ അല്ലാഹുത്താല എന്താ അപ്പം അയാൾക്ക് ശ്രേഷ്ഠത നൽകിയത്? അയാളുടെ പ്രാർത്ഥന അതാണല്ലോ, മറ്റുള്ളവരെക്കാൾ എനിക്ക് ശ്രേഷ്ഠത നൽകിയ അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യാൻ, നിന്നെ സ്തുതി ചെയ്യാൻ എനിക്ക് നീ തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എന്ത് യോഗ്യത അയാൾക്കുള്ളത്? അങ്ങനെ അയാളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് സലാം പറഞ്ഞ് കടന്നു ചെന്നിട്ട് ചോദിച്ചു, പിന്നെ നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾക്കാണെങ്കിൽ ഇതൊന്നുമില്ലല്ലോ, ഈ പറഞ്ഞ സംഗതി ഒന്നുമില്ല, ഇങ്ങനെ പിന്നെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ചപ്പം ആ മനുഷ്യൻ പറയാണ്, എന്ത്? ആ കൈമയിലുള്ള കൂടാരത്തിലുള്ള മനുഷ്യൻ പറയാണ്, മാതറ മാസന അറബി, എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തത് നീ ഇപ്പം നോക്കിക്കാണുന്നില്ലേ? എന്നിട്ട് അയാൾ പറയാൻ, വല്ലാഹി ലൗ അർസല സമാ അലയ്യ നാറൻ ഫഹറകത്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ആകാശ ലോകത്ത് നിന്ന് ഒരു തീക്കാറ്റ് അല്ലെങ്കിൽ ഒരു ആകാശ ദുരന്തം അല്ലാഹു തആല എൻ്റെ നേരെ വർഷിപ്പിച്ചില്ലെങ്കിൽ ആ ആകാശ ദുരന്തം എന്നെ കരിപ്പിച്ച് കളയുമാൻ. ഇന്നലെ കണ്ടില്ല നിങ്ങളൊരു വിമാനം തകർന്ന് അല്ലേ? അള്ളാഹ്ക്ക് എത്ര പണിയുള്ളൂ? ഒരു ആകാശത്തു നിന്നൊരു വിമാനം ഇങ്ങോട്ട് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിൽ ഞാൻ കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു, അതെനിക്ക് തന്നില്ലല്ലോ. പിന്നെ വഅമറൽ ജിബാല ഫദമ്മറത്തിനി, അള്ളാഹു എങ്ങാനും ഈ കാണുന്ന പർവ്വതങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ
ആ പർവ്വതം എന്നെ ഇടിച്ചു പൊളിച്ച് തകർത്ത് കളയുമായിരുന്നു. വ അമറൽ ബിഹാറ ഫഅഗ്റഖ്തനി, ആ മുന്നിൽ കാണുന്ന കടൽ അതെങ്ങാനും തിരമാലകൾ ഇരമ്പി വന്നാൽ ആ തിരമാലകൾ എന്നെ മുക്കിക്കളയുമായിരുന്നു. വ അമറൽ അർള ഫബലഅത്നി, അല്ലാഹു തആല ഭൂമിയോട് ഒരു ഭൂമി കുലുക്കത്തിന് വേണ്ടി കൽപ്പിച്ചാൽ ആ ഭൂമി കുലുക്കം മൂലം ആ നിമിഷം തന്നെ ആ ഭൂമി എന്നെ വിഴുങ്ങിക്കളയുമാൻ. ഇതൊന്നും എനിക്ക് പഠിച്ചു തന്നില്ലല്ലോ, അല്ലേ? ആരും സഹായിക്കാനില്ലാതെ ഈ ഇങ്ങനെ ഇരിക്കാൻ, എന്തെങ്കിലും വന്നാൽ ഓടി രക്ഷപ്പെടാനും കഴിയില്ല, ഒന്നും കഴിയാത്ത എനിക്ക് പഠിച്ചോ ഈ അനുഗ്രഹമൊക്കെ തന്നില്ലേ എന്നതാണ്. അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ. അതുകൊണ്ട് എനിക്ക് തന്ന ഈ അനുഗ്രഹം, നാവ് എന്ന അനുഗ്രഹത്തിന് ഞാൻ അള്ളാഹുവോട് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് അദ്ദേഹം മറുപടി പറയാൻ. അപ്പം നോക്കി നിങ്ങൾ, അള്ളാ നമുക്കൊരു കൈയില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാലില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് സമ്പത്തില്ലല്ലോ, ഓന് വലിയ കൊട്ടാരം കൊടുത്തുണ്ടല്ലോ, ഓന് വലിയ വീടുണ്ടല്ലോ, ഓന് 4 ടവർ ഉണ്ടല്ലോ, അല്ലേ, ഒരുപാട് എസ്റ്റേറ്റ് ഉണ്ടല്ലോ മറ്റോന്. അതൊന്നും നോക്കി നമുക്ക് ചെയ്തു തന്ന ആ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യലാണ് ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവനെ നോക്കിയിട്ട് എന്ത് ചെയ്യല്ല, അള്ള ചെയ്ത അനുഗ്രഹത്തെ നിഷേധിക്കാൻ പാടില്ല. എന്നിട്ട് വീണ്ടും ഇയാൾ പറയാണ്, ഈ കയ്യും കാലുമില്ലാത്ത മനുഷ്യൻ അബ്ദുല്ലാഹ് മുഹമ്മദിനോട് പറയാണ്, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് ഇപ്പങ്ങളോട്. കാരണം എന്താ, നിങ്ങൾക്കറിയാലോ, എനിക്കൊരു ഉപകാരം തട്ടി നീക്കാനോ എനിക്കെന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാനോ ഒന്നും, ഒരു വെള്ളം കുടിക്കാനൊന്നും എനിക്ക് സാധ്യമല്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഞാൻ ചെയ്തിരുന്നത്, നമസ്കാര സമയമാകുമ്പോൾ എനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു. ആ കുഞ്ഞു മോനാണ് നമസ്കാര സമയമാകുമ്പോൾ എനിക്ക് ഒതു ഉണ്ടാക്കി തന്നിരുന്നത്. പിന്നെ എനിക്ക് ഭക്ഷണം ആവശ്യപ്പെടുമ്പോൾ എന്നെ ഭക്ഷിപ്പിച്ചിരുന്നത് ആ കുഞ്ഞു മോനാണ്. എനിക്ക് പാനീയം, കുടിനീര് ആവശ്യപ്പെടുമ്പോൾ എന്നെ കുടിപ്പിച്ചിരുന്നത് ആ കുഞ്ഞു മോനാണ്. ആ കുഞ്ഞുമോൻ 3 ദിവസം മുമ്പ് മരിച്ചുപോയി. ഇതാണിപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസം. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എന്നെ സഹായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ആ കയ്യും കാലുമില്ലാത്ത. അപ്പം നോക്കി നിങ്ങൾ, എന്തിനാ അപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞത്? പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം, അല്ലേ? ആകെ ഒരു വെള്ളവും ഭക്ഷണവും തൊള്ളയ്ക്ക് വെച്ചു കൊടുക്കാനും കയ്യും കാലുമില്ലാത്ത ഇയാൾക്കുണ്ടായ സ്വന്തം മോനാ. ആ മോൻ എന്ത് ചെയ്തു? 3 ദിവസം മുമ്പ് മരിച്ചുപോയി. ഇങ്ങനെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരും, അല്ലേ? പരീക്ഷണം വരുമ്പോൾ ഒന്നല്ല, ഒന്നിൻ്റെ പിറകെ മറ്റൊന്നായി ഇങ്ങനെ വരും. അത് റബ്ബിൻ്റെ ഖദർ ഖലാ ആണ്, അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, ദൈവനിശ്ചയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഖദർ ഖലായിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നവനെ എന്തുണ്ടാവുള്ളൂ? ഹൃദയവിശാലത ഉണ്ടാവുള്ളൂ. ആ ഹൃദയവിശാലത കിട്ടണമെങ്കിൽ റബ്ബിൻ്റെ ഖദർ ഖലായിലുള്ള ഈ മനുഷ്യനുണ്ടായ ആ വിശാലത പോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ആ ഹൃദയവിശാലത നമുക്കുണ്ടാവണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഒരു പ്രമുഖ താബിയായ ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവാം എന്ന് പറയുന്ന ആള്, അയാള് അന്നത്തെ ഖലീഫയായ അബ്ദുല്ലാഹ് ബിൻ മർവാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ അബ്ദുല്ലാഹ് ബിൻ മർവാന് കാലിന് സുർത്താൻ എന്ന് പറയുന്ന ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു കാലിന് പിടിച്ചിട്ടുണ്ട്. മറ്റേ കാലിലേക്കും അങ്ങനെ പകരാൻ പോവുക. അങ്ങനെ അബ്ദുൽ മലിക്കിനോട് മർവിനോട് ഈ കാലിലിങ്ങനെ ഒരു കാലിൽ നിന്ന് രോഗം ക്യാൻസർ മറ്റേ കാലിലേക്ക് ഇങ്ങനെ പകരാൻ നിൽക്കുന്ന സമയത്ത് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ കാല് മുറിക്കണം, നിങ്ങളെ കാല് മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇപ്പോൾ മുറിക്കുക? ഇന്നത്തെ പോലെ ഇങ്ങനെ എന്തില്ല, മയക്കാനൊന്നും എന്തില്ല, മരുന്നില്ല, കാല് മുറിക്കണം. അപ്പോൾ എങ്ങനെ മുറിക്കുക? ഇപ്പോൾ കാല് വേദന ആവുമല്ലോ. അപ്പോൾ അയാളോട് നാട്ടുകാർ പറയാണ്, നിങ്ങൾ ഒരു ഇത്തിരി കള്ളു കുടിച്ചാൽ മതി. കള്ളു കുടിക്കുമ്പോൾ അതിൻ്റെ മയക്കത്തിലാവുമ്പോൾ, അതിൻ്റെ സക്രാനിലാവുമ്പോൾ ഞങ്ങൾ മുറിച്ചു കൊള്ളാം, നിങ്ങൾ അറിയില്ലല്ലോ, അല്ലേ? കള്ളു കുടിച്ചാൽ നമ്മളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അയാൾ പറയാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണം അത് തട്ടി നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യാൻ എനിക്ക് സാധിക്കൂല, അത് വേണ്ട, അങ്ങനൊന്നും ചെയ്യില്ല. അപ്പം അയാൾ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ നിസ്കാരത്തിലാവുമ്പോൾ നിങ്ങൾ എൻ്റെ കാല് വന്ന് മുറിച്ചോളി, നിസ്കാരത്തിലാവുമ്പോൾ കാല് വന്ന് മുറിച്ചോളി, അല്ലേ? നിസ്കാരത്തിൽ എന്താ? ആ ജാതി നിസ്കാരമാണ്. കാരണം ആ നിസ്കാരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അത്രമാത്രം അള്ളാഹുവിനോട് അടുക്കുന്ന രൂപത്തിലുള്ള നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരത്തിൽ അവരങ്ങനെ കാല് മുറിച്ചു, അത് തീരുമാനിച്ചു കാല് മുറിക്കാൻ. നിസ്കാരത്തിൽ കാല് മുറിച്ചു. അങ്ങനെ എല്ലിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ മിൻഷാർ, അത് ആ വാള് അല്ലെങ്കിൽ ആ മുറിക്കാൻ ഉപയോഗിച്ച കത്തി, അത് ആ എല്ലിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ
അയാൾ അയാളുടെ തലയിണയിൽ അല്പം മയങ്ങിക്കിടന്നു. മയങ്ങിക്കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നു. ബോധം കഴിഞ്ഞപ്പോൾ നെറ്റിയിലും മുഖത്തും ഒക്കെ ആകെ വിയർപ്പുണ്ട്. ആ വിയർപ്പൊക്കെ തുടച്ചുകൊണ്ട് അയാൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിലെ വിയർപ്പൊക്കെ തുടക്കാണ്. പിന്നെ പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പിന്നെ മുറിക്കപ്പെട്ട ഛേദിക്കപ്പെട്ട ആ കാലിന്റെ ഭാഗം കയ്യിലെടുത്തുകൊണ്ട് അയാൾ പറയാൻ, അതിനെ ചുംബിച്ചുകൊണ്ട് മുത്തം ചെയ്തുകൊണ്ട് പറയാൻ, ഈ കാല് ഇന്നേ വരെ ഒരു ഹറാമ് ചെയ്തിട്ടില്ല. ഈ കാല് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ധിക്കാരം പ്രവർത്തിക്കാൻ ഈ കാല് കൊണ്ട് ഞാൻ പോയിട്ടില്ല. അള്ളാഹുവിന് കോപമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാനും ഈ കാല് കൊണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാല് വൃത്തിയാക്കുകയും കഴുകി വൃത്തിയാക്കുകയും അതിൽ സുഗന്ധം പൂശുകയും അതൊരു വസ്ത്രത്തിൽ കെട്ടിയുകയും എന്നിട്ട് അത് മക്ബറയിലേക്ക് അത് ശ്മശാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഖബറടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചു, ഇതൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണം. ഒരു കാലം മുറിച്ച് എന്തായിനെ കാലും പോയി. കുറച്ചടി കഴിഞ്ഞപ്പോണ്ട് ഒരു മകൻ പിന്നെ വീടിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്തു. അപ്പം ഈ രൂപത്തിൽ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ വീണ്ടും പരീക്ഷണം വരും. എന്നിട്ട് അയാളെ പറയാം, 7 മക്കളുണ്ടായിരുന്നു, അതിലൊന്നിന് അള്ളാഹു തആല എടുത്തു, ബാക്കി 6 ഉണ്ട്. 4 അവയവം ഉണ്ടായിരുന്നു, 2 കാലുണ്ട്, കൈയുണ്ട്. 1 അള്ളാഹു എടുത്തു, ബാക്കി എന്ത് ചെയ്തു? 3 ബാക്കിയുണ്ട്. എന്നിട്ട് അയാൾ പറയാം, ല ഇൻ ശകർത്തും ല അസീദന്നക്കും വല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും കൂട്ടിത്തരും. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കേടാ ചെയ്യണമെങ്കിലോ കഠോരമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് വരാൻ. എന്താ ഇപ്പോൾ ഇവിടെ നന്ദി ചെയ്യുന്നത്? അള്ള തന്നതാണ് ഈ ആരോഗ്യം, അള്ള തന്നതാണ് ഈ അവയവം. അത് അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് എടുത്തുകൊണ്ടു പോകും. അപ്പൊ അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ ഖദർ ഖലായുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി വീണ്ടും ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്താൽ മരണത്തിന് ശേഷം നമുക്ക് വരാനുള്ളത് സ്വർഗമായിരിക്കും. എന്നാലോ അതിനെ പിച്ചിമ്പയും പറഞ്ഞുകൊണ്ട് ആ ദൈവനിഷേധത്തിലേക്കാണ് നമ്മൾ പോണതെങ്കിൽ എന്തൊരു പരീക്ഷണമാണ് പഠിച്ചോനെ ജിൻക്ക് തന്നെ എന്ന രൂപത്തിലുള്ള ആ ദൈവനിഷേധത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കവിടെ വരാനുള്ളത് കഠോരമായ നരകശിക്ഷയുമായിരിക്കും എന്ന് ആ സംഭവം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഖദർ ഖലായിലുള്ള ദൈവനിശ്ചയത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകുന്ന ആൾക്ക് എന്തുണ്ടാവുള്ളൂ? ഹൃദയവിശാലത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അലം നശ്റഹ് ലക സദ്റക്. അപ്പോൾ ഹൃദയവിശാലത ലഭിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? തൗഹീദാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഖദർ ഖലായിലുള്ള വിശ്വാസമാണ് എന്നതാണ്. ഇനി മറ്റൊന്ന്, ഹൃദയവിശാലത ലഭിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് ഇത് മനുഷ്യൻ്റെ നമസ്കാരം എന്നൊക്കെ ഇപ്പം നമുക്കൊക്കെ ചിലപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാനുങ്ങളൊന്നും തയ്യാറാവില്ല. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതും അലം നശ്റഹ് ലക സദ്റക് എന്ന ആ ഹൃദയവിശാലത ലഭിക്കാൻ അത് കാരണമാവുന്ന. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ള കാരണം എന്താ? ഇനിയിപ്പോൾ ഒരാൾക്ക് ഇവിടെ മുഴുവൻ ഉണ്ടായി നൂറ്റിയോളി എല്ലാം ഉണ്ട്, എല്ലാ എസ്റ്റേറ്റും ഉണ്ട്, ബാങ്കിൽ കണ്ടമാനം കുന്നുകൂടിയ പൈസ ഉണ്ട്, പിന്നെ വലിയ വമ്മാടുണ്ട് ജീവിക്കാൻ, വലിയ കൊട്ടാരുണ്ട്, എല്ലാ സുഖ സൗകര്യവും ഈ ഭൂമിയിൽ എന്തൊക്കെ വേണോ ആ സ്വർഗം ഇവിടെ ഉണ്ട്. പക്ഷേ മരിക്കണ സമയത്ത് ഈ മനുഷ്യനും ഈ കൂരെ താമസിക്കണ സാധാരണക്കാരും കൊണ്ടുപോകണമെങ്ങനെ ഒക്കെ ഏതാനും കോട്ടൺ വസ്ത്രവും ആ മൂക്കിൽ വെച്ച തിരികെ കോട്ടനും അതേപോലെ ചുറ്റിപ്പൊതിഞ്ഞ ആ കഫൻ പുടയും അല്ലാതെ എന്താണ് കൊണ്ടുപോകാൻ? ഒരു കവിയുടെ ഭാഷയിൽ കാണാം, ഹിയൽ കനാഅതു ഫൽസംഹ തഇശ് മലിക. സംതൃപ്തമായ ജീവിതം, അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ആ ജീവിതം നീ നിലനിർത്തുക. എങ്കിലെന്താ? ഒരു രാജാവായി നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാം. ഇനിയോ ലൗലം യകുൻ ലക ഇല്ലാ റാഹത്തുൽ ബദൻ, ആകേലും നിനക്കുള്ളത് ഒരു ശാരീരികമായ ആശ്വാസം മാത്രമാണ് ഉള്ളതെങ്കിലും അതിൽ സംതൃപ്തനായി ജീവിക്കാം. ഫഅൈന മൻ മലക ദുനിയാ ബി അജ്മഇഹ. ഈ ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയ ആളുകളൊക്കെ എവിടെയാണ്? ഹൽ റാഹ മിൻഹ ബി ഗൈരിൽ കുത്നി വൽ കഫനി. അവരാരെങ്കിലും ഏതാനും കോട്ടൻ കഷ്ണവും
അതേപോലെ കഫൻ ചെയ്യാനുള്ള മയ്യത്ത് പിന്നെ കഫൻ ചെയ്യാനുള്ള ആ വസ്ത്രവും അല്ലാതെ ഓലാരെങ്കിലും കബറിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഇവിടുന്ന് പോയപ്പം ഇല്ലല്ലോ എന്നാ. പിന്നെ അതുകൊണ്ട് ഇതാമാക്കുൻ തദാക്കൽ ബിൻ കനൂഇൻ, സംതൃപ്തമായ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ നീ എങ്കിൽ നീയും ഇവിടുത്തെ രാജാവും ഒരേ സ്ഥാനത്താണെന്ന്, ഒരു തുല്യനാണെന്ന്. അപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഹൃദയം വിശാലമാവാനുള്ള മറ്റൊരു കാരണം എന്നതാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മഹാനായ പിന്നെ മൂസാ നബി എന്താണ് എൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന ഫിർഔൻ, അല്ലേ? ആ ഫിർഔനും കൂട്ടരുമൊക്കെ മരിച്ചു പോണ രംഗം മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ആ ഫിർഔനെ അള്ളാഹു തആല കൊണ്ടുപോകുന്നുണ്ടല്ലോ, അല്ലേ? ഫിർഔനും കൂട്ടരും അള്ളാഹു തആല കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ ഖുർആൻ അവരെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, അല്ലേ? വലിയ കൊട്ടാരങ്ങളുടെ പിന്നെ സൗധങ്ങളുടെയൊക്കെ ഉടമയാണ് ആര്? ആ ഫിർഔനും കൂട്ടരും എന്നൊക്കെ പറഞ്ഞു, അല്ലേ? ആണുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ സ്ത്രീകളെ മാത്രം ജീവിക്കാനൊക്കെ സമ്മതിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ സമ്പത്തും ഒരുമിച്ച് കൂട്ടാനുള്ള, അതേപോലെ പിന്നെ നേതൃസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ തന്ത്രം പെടുത്തിയിട്ടും അവരൊക്കെ ദുന്യാവിനോട് വിട്ടുപിരിഞ്ഞപ്പോൾ എന്താ ഉള്ളത്? വിശുദ്ധ ഖുർആനായി ചോദിക്കണ്ടേ, കം തറക്കൂമിൻ ജന്നാത്തിൻ വഅയൂൻ. ആ ഫിർഔനും ആ ഫിർഔനിന്റെ കൂട്ടരും ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ എത്രത്ര തോട്ടങ്ങളും എത്രത്ര എസ്റ്റേറ്റുകളും എത്രത്ര ഉറവിടങ്ങളുമാണ് അവരിവിടെ വിട്ടേച്ചു പോയത്. പിന്നെ വദ്റൂഇൻ വമഖാമിൻ കരീം, എത്രത്ര കൃഷിസ്ഥലങ്ങളാണ്, എത്രത്ര വലിയ പൊസിഷനിൽ ജോലി ചെയ്തിരുന്ന, വലിയ വലിയ സ്ഥാപനങ്ങളിൽ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന, അതൊക്കെ വിട്ടേച്ചവർ പോയില്ലേ, അല്ലേ? വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവർ സൗകര്യത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ജീവിച്ചിരുന്ന ആ സൗധങ്ങൾ അതൊക്കെ എവിടെ പോയി? പിന്നെ കദാലിക്, ഒരൊറ്റ വെള്ളപ്പൊക്കം, അല്ലേ? ഒരൊറ്റ വെള്ളപ്പൊക്കം. അവർ താമസിച്ചിരുന്ന ഈ വീടുകളും അവരുടെ സമ്പത്തും അവരൊരുമിച്ച് കൂട്ടിയൊക്കെ ആ മരണത്തോടു കൂടി, അവരാ നാശത്തോടു കൂടി, വെള്ളപ്പൊക്കത്തോടു കൂടി അള്ളാഹു തആല മറ്റേ ആൾക്കാർ കൂടി. ആലോചിച്ച് നോക്കൂ, ഇന്നലെ നടന്ന ദുരന്തം. ആ വിമാനത്തിലുള്ള 241 ആളുകളുടെയും എന്തൊക്കെ ആഗ്രഹമാണ്. ഒരു കേരളക്കാരിയുടെ ആഗ്രഹങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ? വീടുണ്ടാക്കാൻ വേണ്ടി പിന്നെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ നാട്ടിലേക്ക് വന്നതാണ്. 2 ദിവസം ആ സൈനൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, വന്നതാണ്. തിരിച്ചു പോകണ ആഹ്ലാദത്തോടു കൂടി ആ വീട്ടിൽ കൂടണം എന്നൊക്കെ ആഹ്ലാദത്തോടു കൂടി തിരിച്ചു പോവാണ്. നാട്ടിൽ വന്നിട്ട് ജോലിയിൽ സെറ്റാവണം. നേരത്തെ ജോലി ഉള്ളതാണ്, ഗവൺമെൻറ് ജോലി ഉള്ളതാണ്. ആലോചിച്ച് നോക്കുക, ഈ രൂപത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും പൂതികളുമായി ഇങ്ങനെ പോകുന്നത്. പോകുമ്പോഴായിരിക്കും പടച്ച തമ്പുരാൻ എന്ത് ചെയ്യണത്? ആ വിമാനത്തിലുള്ള ആളുകളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ഭാവനയെ കണ്ടുനോക്കി. എന്തൊക്കെ ആഗ്രഹങ്ങളും പൂതികളാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് ഭാവനയെ കണ്ടുനോക്കി നിങ്ങൾ. അവിടെയും ഇവിടെയും പോയി സമ്പാദിച്ചുണ്ടാക്കിയ ഒരുപാട് സ്ഥലങ്ങളും കൊട്ടാരങ്ങളും അതേപോലെ തന്നെ തോട്ടങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് എസ്റ്റേറ്റുകൾ ഓൽക്കാർക്കും കിട്ടിയത് കദാലിക്, ഒരൊറ്റ ദുരന്തം. പിന്നെന്താ? ആ ദുരന്തത്തോടു കൂടി അതൊക്കെ മറ്റുള്ളവർക്ക് പഠിച്ചോം പിന്നെ വകവെച്ചു കൊടുത്തു, അനന്തരാക്കിയിട്ട് കൊടുത്തു. ഓൽക്ക് കിട്ടുണ്ടായി, ആ സമ്പാദിച്ചതൊന്നും ഓൽക്ക് കിട്ടുന്നില്ല. എന്നാലോ ഫമാബക്കത്ത് അലൈഹിമുസ്സമാഉ വൽ അർദ്, ആകാശമാവട്ടെ ഭൂമിയാവട്ടെ അവരുടെ പേരിൽ കരഞ്ഞതുമില്ലാന്ന്. വമാക്കാനും മുമ്പരിൻ, കുറച്ചുകൂടി ഒരു 5 മിനിറ്റ് കൂടി ടൈം, പിന്നെ നൊടിയുടെ സമയം കൊണ്ടാണ് ആ വിമാനം ഇങ്ങനെ പൊങ്ങി. എത്ര മിനിറ്റിൻ്റെ ഉള്ളിലാണത്? 30 സെക്കൻഡ്, അര മിനിറ്റ്, അല്ലേ? അര മിനിറ്റിൻ്റെ ഉള്ളിലാണ് 241 ആളുകളും ആ വിമാനം ഒക്കെ തകർന്ന്, പുറമെ ആ ബിൽഡിങ്ങിലുള്ള ആളുകളും തകർന്ന്. അള്ളാഹുവിൻ്റെ പണി നോക്കി നിങ്ങൾ. ഒരു സെക്കൻഡ് ഒന്ന് ചാടി രക്ഷപ്പെടാൻ ഒരു സെക്കൻഡ് അള്ളാഹു സമയം കൊടുത്തില്ല. വമാക്കാനും മുൻവരീൻ. ആലോചിച്ചു നിങ്ങൾ, ഈ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക, അല്ലേ? ആ ശിക്ഷ വരിക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളത് കൊണ്ട് ഇന്നിപ്പം ഞാൻ ജീവിച്ചു, അൽഹംദുലില്ലാ. ഇന്ന് നേരം പുലർന്നു, അൽഹംദുലില്ലാ. ആ പ്രാർത്ഥന ചെല്ല, അല്ലേ? ഇപ്പം നമുക്ക് ലഭിച്ച ഈ ആരോഗ്യം, അൽഹംദുലില്ലാ. നാളത്തെ നമുക്കറിയില്ല. അതിന് പഠിച്ചവന് ശുക്ർ ചെയ്യുക, കിട്ടിയ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുക, അത് സംതൃപ്തനായി ജീവിക്കുക കിട്ടിയ അനുഗ്രഹത്തിൽ. ഇതാണ് ഏറ്റവും വലിയ ശുക്ർ എന്ന് പറഞ്ഞത്. അല്ലാതെ പിന്നെ ശുക്ർ ചെയ്യാതെയാണ് നാം ജീവിക്കണതെങ്കിലോ അത് ഏറ്റവും വലിയ നന്ദിക്കേടുമാണ്. ല ഇൻ ശകർത്തും ല അദീദന്നക്കും വല ഇൻ കഫർത്തും
ഇന്ന അദാബി ലശദീദ് എന്ന് അള്ളാഹു പറഞ്ഞതിലുള്ള സൂത്രം അതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ ചില ആളുകൾ ചിലപ്പോൾ ഒരു റൊട്ടി കഷ്ണാവും ആകെ അവർക്ക് തിന്നാനുണ്ടാവുക, ഉണങ്ങിയ അല്ലേ. പക്ഷെ ഓൻ എന്തുണ്ടാവും? നല്ല ആഫിയത്തുണ്ടാവും. എന്നാലോ അതെല്ലാം തിന്നാനുള്ള മനുഷ്യൻ, എല്ലാ സൗകര്യമുള്ള മനുഷ്യനോ ഓന് ചിലപ്പോൾ ആഫിയത്തും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കണ്ടില്ല നിങ്ങൾ? റഗൈഫ് ഖുബ്സിൻ യാബിസിൻ തഅകുലുഹു ഫി ആഫിയ, ആഫിയത്തോട് കൂടി നീ ഭക്ഷിക്കുന്ന ഒരു ഉണങ്ങിയ റൊട്ടിക്കഷ്ണം. വഖൂസി മാഇൻ ബാരിദിൻ തശ്റബു ഫി സാഫിയ, തെളിഞ്ഞ് ശുദ്ധമായി നീ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, ഒരു കൂസ് വെള്ളം. വഗുർഫത്തു ലയ്യികത്തിൻ നഫ്സുക ഫീഹാ റാദിയ, ഇടുങ്ങിയ ഒരു റൂമിൽ വളരെ പ്രയാസപ്പെട്ട് നീ ജീവിക്കുന്ന ആ റൂം. വമുസ്ഹഫിൻ തദ്റുസു മുസ്തനിദൻ ലിസാരിയ, ഏതെങ്കിലും പള്ളിയുടെ ആ ചുമരിൽ അല്ലെങ്കിൽ തൂണിൽ ചാരിയിരുന്നു കൊണ്ട് നീ തൽക്കാലം ഓതുന്ന ആ ഖുർആൻ. ഖൈറും മിനസ്സുക്ന ബി അബ്റാജിൽ കുസൂരിൽ ആലിയന, കൊട്ടാര ഗോപുരങ്ങളിൽ താമസിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഈ പള്ളിയിൽ ചാരിയിരുന്ന 5 മിനിറ്റ് ഖുർആൻ ഓതുന്നത്, 2 മിനിറ്റ് നമസ്കരിക്കണത് അല്ലേ, ഇടുങ്ങിയ റൂമിൽ നീ താമസിക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം, തണുത്ത വെള്ളം നീ കുടിക്കുന്നത്, ഒരു റൊട്ടിക്കഷ്ണം നീ കഴിക്കുന്നത് ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നവനേക്കാൾ ഉത്തമമാണ്. കാരണം എന്താ? വബഅദ കസ്റിൻ ഷായിക്കിൻ, ഈ വലിയ വലിയ കൊട്ടാരത്തിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ തുസ്ലാബിനാരിൻ ഹാമിയ, കത്തിയാളുന്ന നരകത്തിയിലേക്ക് അവരെ കത്തിയെരിയുന്നതാണ് നാളെ. അപ്പം ആലോചിക്കും, നമ്മൾ കിട്ടിയത് കുറേ കിട്ടിയതെന്നല്ല, ആ കിട്ടിയതിൽ അള്ളാഹുവിന് കൊടുക്കാനുള്ള അവകാശം കൊടുക്കുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. ഇതാണ് ജീവിതം സുഭിക്ഷമാക്കാനുള്ള മറ്റൊരു മാർഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കും. അപ്പം ഖദർ ഖലാ, ഒന്നാമത് തൗഹീദ് ഉണ്ടാവുക, രണ്ടാമത് ഖദർ ഖലായിലുള്ള വിശ്വാസം, മൂന്നാമത് കിട്ടിയതിൽ എന്നതാ നമുക്ക് അള്ളാഹു എന്താണോ കണക്കാക്കിയത് അതിൽ സംതൃപ്തനായി പുഞ്ചിരിച്ചുകൊണ്ട് റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ജീവിക്കുക. ഇതാണ് അലം നശ്റഹ് ലക സദ്റക്, ഹൃദയവിശാലത കിട്ടാനുള്ള മാർഗം. ഇനിയും ഒരുപാട് മാർഗങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.